എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നലെ ഞാൻ മൊത്തം യാത്രയിലായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ച ഒന്ന് രണ്ട് വിശേഷങ്ങൾ നിങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യമായാണ് പരപ്പനങ്ങാടി കോടതിയിൽ എത്തുന്നത്, ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള. അതിനുവേണ്ടി എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോർട്ട് കോംപ്ലക്സ് കാണുന്നത്. പരപ്പനങ്ങാടി 1918 നിർമ്മിച്ച ഒരു ബിൽഡിംഗ്, അതിൻ്റേതായ തനതായ ശൈലിയിൽ ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് പുറമെ നമുക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ച്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. നമ്മൾ പുറത്തു നിന്നും ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ ചൂടെന്നുള്ള ഇത് നമുക്കൊരിക്കലും അനുഭവപ്പെടുന്നില്ല. നല്ല വൃക്ഷങ്ങൾ, അതിനൊരു കേടുപാടും കൂടാതെ നല്ല രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സാണ് നമുക്കുണ്ടാകുക. അതിന് ഞാൻ ആദ്യമായി തന്നെ അതിൻ്റെ ആ കോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാരവാഹികളോടും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനേഴ്സിനും അഭിവാദനങ്ങൾ. ഇത് മറ്റു പല കോടതികളിലും ഉള്ള അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും ഈ പരപ്പനങ്ങാടി കോടതി വളപ്പൊന്ന് കണ്ടെത്തുന്നത് നന്നായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം അവിടെ വർക്ക് ചെയ്യുന്ന മജിസ്ട്രേറ്റ് ഗണത്തിൽപ്പെട്ടവരും ഈവൻ ലായേഴ്സ്, ആക്ച്വലി നിങ്ങളെല്ലാം വളരെ ലക്കി ആൾക്കാരാണ്. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായി കാണുന്നു, ഒരനുഭവം. അത് എൻ്റെ കോടതിയിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പരപ്പനങ്ങാടി മടക്കയാത്രയ്ക്കായി പരപ്പനങ്ങാടി സ്റ്റേഷനിൽ വരികയായിരുന്നു. ട്രെയിൻ വന്നു, ട്രെയിൻ യാത്രയായി. ഏതാണ്ട് തിരൂർ കഴിഞ്ഞപ്പോൾ ഒരു 65-70 വയസ്സ് തോന്നിക്കും. ഒരു നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു മനുഷ്യൻ, നല്ല ഹൈറ്റ്, ഗുഡ് ലുക്കിംഗ്, നല്ല വെൽ സ്റ്റാൻഡേർഡ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു സഞ്ചി എന്ന് പറയും. അതിൽ ഇദ്ദേഹം വന്നിട്ട് വലിയ ഉച്ചത്തിലല്ലാതെ, എനിക്ക് തോന്നുന്നു പുതുമുഖമാണെന്ന് തോന്നുന്നു ഈ ഫീൽഡിൽ, ചൂടുള്ള കടല ഇങ്ങനെ വളരെ സാധാരണ രീതിയിൽ മറ്റുള്ളവർക്ക് കേൾക്കുന്നത്, ഉച്ചത്തിലല്ല. കാര്യം ട്രെയിനിൻ്റെ സൗണ്ടിൽ കുറച്ച് കൂടുതൽ സൗണ്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പക്ഷെ കേൾക്കുന്ന രീതി അദ്ദേഹം അത് പറയും, ഒരു ചിലർ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചതൊന്നല്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, വെൽ ഡ്രസ്ഡ്. ഒന്നുകിൽ അദ്ദേഹം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഏതെങ്കിലും ഒരു വകുപ്പിൽ പണി ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ബിസിനസ് പൊളിഞ്ഞിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ ഓടിയുള്ള സംസാരവും ഒന്നും അദ്ദേഹം ഇന്ന് ജോലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ബട്ട് ഐ വാസ് വാച്ചിങ് ഹിം. അദ്ദേഹത്തിൻ്റെ ആ ഓരോ മൂമെൻറ്റ്സും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് വിറയ്ക്കുന്ന ഒരു വിറയലുണ്ട്. അപ്പോൾ ഈ വിറയൽ പബ്ലിക്ക് കാണാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം വിരലിങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, നല്ല മുറുക്കി, ഇല്ലെങ്കിൽ ഇതേ ഒരു വിറയൽ. അപ്പോൾ ഇത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ ഇദ്ദേഹം അധികം ശ്രദ്ധിക്കുന്നുണ്ട്. ബട്ട് ഞാനിത് വേറൊരു ലോകത്തായിപ്പോയി. ഞാൻ ഒരു നിമിഷം അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. ഞാനും വാങ്ങിയൊരു പോക്കറ്റ്. കാരണം എല്ലാവരും വാങ്ങും, ഒരു ചിലർ, അതിൽ എൻ്റെയും കാരണം അദ്ദേഹം ഒരു പുതിയ ഫീൽഡാണെന്ന് എനിക്ക് മനസ്സിലായി.
ഒരു പ്രയോജനം ഉണ്ടാകത്തെ ഞാനും എനിക്ക് അതുമല്ല എനിക്കിഷ്ടമുള്ളതാണ് ഈ കപ്പലണ്ടി എന്നൊരു സാധനം. ചൂടെന്ന് പറഞ്ഞു അദ്ദേഹം, അത് സാധാരണ പറയുന്ന ആരോ പറഞ്ഞു കൊടുത്തായിരിക്കാം, ചൂടല്ല, നോർമൽ, ഈവൻ ദോ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയതായി, എന്ത് തന്നെയാണേലും സ്വയമായി ആ ബാഗും തൂക്കി ആ ട്രെയിനിൽ ഇതിനെ സെയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ട് ചില ലക്ഷ്യബോധങ്ങൾ. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറി നിന്ന് ഈ വലിയ തരണ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒരു തോർത്തും വിരിച്ചിരുന്ന് അതിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കും, ഇതൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അദ്ദേഹം സ്വയം അധ്വാനിച്ച് അതിൽ നിന്ന് ഒരു രൂപയും ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം വളരെ നമ്മൾ പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കൊരു ഗുണപാഠമായിരിക്കണം. കാരണം പലരും നമ്മുടെ സമൂഹത്തിൽ പലരും ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മൾ അറിയില്ല. ഒരുപക്ഷെ അവർ നമ്മളിൽ നിന്നും അകന്നിന്നും മറ്റു പലങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം. എൻ്റെ ഒരു ബന്ധുവുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു ഐ തിങ്ക് 300 കിലോമീറ്റർ ദൂരെ പോയി റോഡിൽ ഈ തുണ്ട് വിരിച്ചിട്ട് കുറേ മരുന്നുകൾ അവിടെ വയ്ക്കും, ഇങ്ങനെയുള്ള സംതിങ്, അത് സെയിൽ ചെയ്യും. അത് സെയിൽ ചെയ്തിട്ട് അദ്ദേഹം ശനിയാഴ്ച നാട്ടിൽ വന്നു. അദ്ദേഹം മക്കളെ വക്കീലാക്കി പഠിപ്പിച്ചു, പല പൊസിഷനിൽ നിന്ന് ദേ ആർ വെൽ ഓഫ് റൈറ്റ് നൗ. പക്ഷെ അദ്ദേഹം കുട്ടികൾ വളർത്തിയത് രീതി ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും അറിയില്ല, ഒരു ചിലർക്ക് മാത്രമേ അറിയൂ. ബട്ട് അദ്ദേഹം ചെയ്തത് ആ ഒരു ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി. പിള്ളേരെല്ലാം നല്ല രീതിയിലായി. അതിൽ വക്കീലന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പല രീതിയിലും. എനിവേ ഞാൻ അതിലോട്ട് അത്ര ഡീപ്പിൽ പോകണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ മുന്നിലുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്താൻ. ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ശകലം മാറി ചെയ്യണം. ഇതില്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ നമ്മൾ അതിശയിപ്പിക്കുമോ, ഇങ്ങനെ വല്ല പൊസിഷനിലായിരുന്നു, ഇപ്പോൾ എന്താ ഇങ്ങനെയായി, ഇങ്ങനെ അത് നാച്ചുറലി ആൾക്കാർ പറയും. പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരുടെ ഒരു ഹാബിറ്റ്സാണ്. സോ എനിക്ക് എല്ലാവരും പൊതുജനങ്ങളോട് പറയാനുള്ളത്, നമുക്കെന്ത് ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുകയും നാം കഴിക്കുന്ന ആഹാരത്തിന് അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. രണ്ടാമത്, ഇങ്ങനെ ട്രെയിനിൽ നിങ്ങളുടെ മുന്നിൽ കൂടി ആരെങ്കിലും പാസ് ചെയ്ത് പോകുമ്പോൾ അവരെല്ലാം ഒരുപക്ഷെ സാധാരണപ്പെട്ടവരായിരിക്കില്ല, പല പൊസിഷനിൽ ഇരുന്നവരായിരിക്കാം. ഒരുപക്ഷെ സാഹചര്യം അവരെ മാറ്റിമറിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൊണ്ടെത്തിച്ചിരിക്കാം. അപ്പോഴത്തേക്കും ട്രെയിൻ ഏതാണ്ട് ഷൊർണൂർ അടുക്കാറായി. ട്രെയിനെത്തി. അപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയ ആ കടല ഞാൻ കഴിച്ചു. എനിക്കത് നല്ല രസമായി തോന്നി, ഞാൻ കഴിച്ചു. പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല. ട്രെയിൻ നിന്നപ്പോൾ ഇദ്ദേഹം അടുത്തൊരു ബോഗിയിൽ നിന്നിറങ്ങി അടുത്തോടൊരു പോർട്ടറിനോട് ചോദിക്കാൻ ഞാൻ കണ്ടു, ഈ ട്രെയിൻ തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് എപ്പോഴാണ് പോകുകയെന്ന്, അടുത്ത ട്രെയിൻ ഇൻഗോറിയ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇദ്ദേഹം ജസ്റ്റ് നൗ കഷ്ടിച്ച് 1-2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. അതെനിക്ക് തോന്നി. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ യാത്ര സന്തോഷമായിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ദൗത്യം നല്ല രീതിയിൽ നടക്കട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്, നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഈ ഒരു വസ്തുത നിങ്ങളിലും എത്തിക്കുകയാണ്. നാളെ നമ്മിൽ പലരും ഒരുപക്ഷെ ഇങ്ങനൊരു ലെവലിലെത്തിയാണെങ്കിലും പ്രയാസപ്പെടരുത്. ഇത് ജീവിതമാണ്. ജീവിതത്തെ തൻ്റെ ഇടത്തോടുകൂടി നാം നേരിടണം. അവർ മാത്രമേ സക്സസ് ആകത്തുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം. കാണാം, കേൾക്കാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം തുടരട്ടെ. നമുക്ക് വീണ്ടും കാണാൻ പറ്റും. നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.